നമസ്കാരം, എല്ലാവർക്കും ജനസേവ 2.0 യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ താഴെ കാണുന്ന ബെൽ ബട്ടൺ അമർത്താൻ മറക്കില്ലല്ലോ. UGC നെറ്റ് ജനുവരി 1 തീയതി മുതൽ 19 തീയതി വരെ. ഓൺലൈൻ അപേക്ഷകൾ ഡിസംബർ 10 വരെയാണ്. പരീക്ഷകൾ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് പല ദിവസങ്ങളിലാണ് നടത്തുന്നത്. ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പോടെ JRF ഗവേഷണം നടത്താനും സർവകലാശാലകളിലോ കോളേജുകളിലോ അസിസ്റ്റന്റ് പ്രൊഫസർ നിയമനം ലഭിക്കാനും അർഹത നേടാൻ യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷന്റെ UGC നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ് നെറ്റ് യോഗ്യത സഹായകമാണ്. PhD പ്രവേശനത്തിനും ഈ ടെസ്റ്റിലെ സ്കോർ പരിഗണിക്കും. ചില പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഉദ്യോഗസ്ഥ നിയമനത്തിന് നെറ്റ് സ്കോർ പരിഗണിക്കാറുണ്ട്. ഓൺലൈൻ അപേക്ഷകൾ ugcnet.nta.ac.in വെബ്സൈറ്റിൽ ഡിസംബർ 10 തീയതി രാത്രി 11:50 വരെ. അപേക്ഷാ ഫീസ് 1150 രൂപയാണ്. പിന്നോക്ക വിഭാഗക്കാർക്ക് 600 രൂപ. പട്ടിക ഭിന്നശേഷി ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽ 325 രൂപ. ഇത് ഡിസംബർ 11 രാത്രി 11:50 വരെ അടയ്ക്കാം. GSTയും ബാങ്ക് ചാർജും അപേക്ഷകർ അടയ്ക്കണം. ഒന്നിലേറെ അപേക്ഷ പാടില്ല. ആവശ്യമെങ്കിൽ അപേക്ഷയിലെ വിവരങ്ങൾ ഡിസംബർ 12, 13 തീയതികളിൽ തിരുത്താവുന്നതാണ്. സൈറ്റിലെ ഇൻഫർമേഷൻ ബുള്ളറ്റിനിൽ അപേക്ഷാ രീതിയുണ്ട്. കൺഫർമേഷൻ്റെ പേജിൻ്റെ പകർപ്പ് സൂക്ഷിച്ചു വയ്ക്കണം. രേഖകൾ അയച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഭാഷകളും സംഗീതവും നിയമവും ഉൾപ്പെടെയുള്ള മാനവിക വിഷയങ്ങൾ, കമ്പ്യൂട്ടർ, ഇലക്ട്രോണിക്സ്, എൻവയോൺമെൻ്റൽ, ഫോറൻസിക് മുതലായ സയൻസ് വിഷയങ്ങൾ, ഇന്ത്യൻ നോളജ് സിസ്റ്റം തുടങ്ങിയ ശാഖകൾ എന്നിവയടക്കം 85 വിഷയങ്ങളിൽ ടെസ്റ്റ് നടത്തും. വിഷയങ്ങളുടെ ലിസ്റ്റ് ബുള്ളറ്റിൻ്റെ 2ാം അനുബന്ധത്തിലുണ്ട്. ടെസ്റ്റ് എഴുതാൻ 55% മാർക്കോടെ മാസ്റ്റർ ബിരുദം വേണം. പിന്നോക്ക പട്ടിക ഭിന്നശേഷി ട്രാൻസ്ജെൻഡർ വിഭാഗക്കാർക്ക് 50% മതി. ഫൈനൽ ഇയർ വിദ്യാർത്ഥികളെയും പരിഗണിക്കും. PG വിഷയം തന്നെ ടെസ്റ്റിന് തിരഞ്ഞെടുക്കണം. അത് ലിസ്റ്റിലില്ലെങ്കിൽ മാത്രം ബന്ധപ്പെട്ട വിഷയമാകാം. 4 വർഷ 8 സെമസ്റ്റർ ബാച്ചലർ ബിരുദക്കാർക്ക് 75% മൊത്തം മാർക്കുണ്ടെങ്കിൽ അപേക്ഷിക്കാം. 8ാം സെമസ്റ്ററിൽ പഠിക്കുന്നവരെയും പരിഗണിക്കും. ഇവരെ അസിസ്റ്റന്റ് പ്രൊഫസർ നിയമനത്തിന് പരിഗണിക്കില്ല. 85 വിഷയങ്ങളിൽ ഏത് വേണമെങ്കിലും നെറ്റിന് തിരഞ്ഞെടുക്കുവാനും ഇവർക്ക് അനുമതിയുണ്ട്. സാമ്പത്തിക പിന്നോക്ക പട്ടിക ഭിന്നശേഷി വിഭാഗക്കാർക്ക് അപേക്ഷിക്കാനുള്ള യോഗ്യതയിൽ 5% മാർക്കിളവും കിട്ടും. JRF അപേക്ഷകരുടെ പ്രായം 2025 ജനുവരി 1 30 കവിയരുത്. പിന്നോക്ക പട്ടിക ഭിന്നശേഷി വനിതാ ട്രാൻസ്ജെൻഡർ വിഭാഗങ്ങൾക്ക് 35 വരെ ആകാം. മറ്റ് ചില വിഭാഗക്കാർക്കും വ്യത്യസ്ത തോതിൽ പ്രായത്തിൽ ഇളവുണ്ട്. അസിസ്റ്റന്റ് പ്രൊഫസർ ജോലിക്കും PhD പ്രവേശനത്തിനും ശ്രമിക്കുന്നവർക്കും പ്രായപരിധി ഇല്ല. അർഹത 3 തരത്തിലാണ്. JRFന് യോഗ്യത നേടിയവർക്ക് UGC മാനദണ്ഡ പ്രകാരമുള്ള ഇൻ്റർവ്യൂവിലൂടെ PhD പ്രവേശനം നൽകും. ഇക്കാര്യത്തിൽ സർവകലാശാലകളും മറ്റ് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും നടത്തുന്ന എൻട്രൻസ് പരീക്ഷയ്ക്ക് പകരമാണ് UGC നെറ്റ്. 2, 3 വിഭാഗക്കാർക്ക് നെറ്റ് മാർക്കിൻ്റെ 70%, ഇൻ്റർവ്യൂവിന് 30% ക്രമത്തിൽ വെയിറ്റ് നൽകിയതായിരിക്കും PhD പ്രവേശന റാങ്കിങ്. ഈ പ്രവേശന കാര്യത്തിൻ്റെ നെറ്റ് മാർക്കിന് ഫലപ്രഖ്യാപനം മുതൽ 1 വർഷത്തേക്ക് സാധ്യതയുണ്ടാകും. മാർക്കും പെർസെൻറ്റേജിലുമായി നെറ്റ് ഫലം അറിയിക്കും. PhD പ്രവേശനത്തിന് എത്ര പേർക്കാണ് യോഗ്യതയെന്ന് ഫലപ്രഖ്യാപന സമിതി തീരുമാനിക്കും. ഒന്നിലേറെ ഷിഫ്റ്റുകളിൽ ടെസ്റ്റ് നടന്നെങ്കിൽ മാർക്കുകൾ നോർമലൈസ് ചെയ്തിട്ടാകും ഉപയോഗിക്കുക. NFSC, NFO, BC, NFPW യഥാക്രമം പട്ടികജാതി പിന്നോക്ക ഭിന്നശേഷി വിഭാഗക്കാർക്കുള്ള ദേശീയ ഫെലോഷിപ്പുകളിലേക്ക് സാമൂഹ്യനീതി മന്ത്രാലയത്തിൻ്റെ തിരഞ്ഞെടുപ്പിൽ താൽപ്പര്യമുള്ളവരും നെറ്റ് എഴുതണം. ടെസ്റ്റ് നടത്തിപ്പിൻ്റെ ചുമതല നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിക്ക്. ഇത്തവണത്തെ ടെസ്റ്റ് ഫല ദിവസങ്ങളിൽ 2 ഷിഫ്റ്റ് വീതം കമ്പ്യൂട്ടർ ഉപയോഗിച്ച് നടത്തും. ഇതിൻ്റെ വിശദാംശങ്ങൾ 7ാം അനുബന്ധത്തിലുണ്ട്. OMR രീതി നിർത്തലാക്കി. കേരളത്തിലെ എല്ലാ ജില്ലകളിലും പരീക്ഷാ കേന്ദ്രങ്ങളിലുണ്ട്. ലിസ്റ്റ് 3ാം അനുബന്ധത്തിലുണ്ട്. മൾട്ടിപ്പിൾ ചോയ്സ് ചോദ്യങ്ങൾ മാത്രമടങ്ങുന്ന 3 മണിക്കൂർ പേപ്പറിന് 3 ഭാഗങ്ങളുണ്ട്. ഒന്നാമത് 50 ചോദ്യം, 100 മാർക്ക്. അധ്യയനം, ഗവേഷണം, അഭിരുചി, യുക്തിചിന്ത, പൊതുവിജ്ഞാനം, ആശയഗ്രഹണം, ബഹുമുഖ ചിന്ത മുതലായവ. രണ്ടാമത് 100 ചോദ്യം, 200 മാർക്ക്. തിരഞ്ഞെടുത്ത വിഷയം. എല്ലാ നിർബന്ധ ചോദ്യങ്ങൾ നെഗറ്റീവ് മാർക്ക് രീതിയിലല്ല. എല്ലാ വിഷയങ്ങളുടെയും സിലബസ് www.ugc.net online.in
/സിലബസ് ന്യൂ PH ലഭ്യമാണ്. ജനറൽ സാമ്പത്തിക പിന്നോക്ക വിഭാഗക്കാർക്ക് നെറ്റ് യോഗ്യത നേടണമെങ്കിൽ 2 ഭാഗങ്ങളും എഴുതി 2ലും ചേർത്ത് 40% മാർക്കെങ്കിലും നേടണം. മറ്റെല്ലാ വിഭാഗക്കാർക്കും 35% മാത്രം മതി. വെബ്സൈറ്റ് www.nta.ac.in, ugcnet.nta.nic.in. ഫോൺ നമ്പർ 01169227700. ഇമെയിൽ അഡ്രസ് ugcnet@nta.ac.in. ഇനി ഓരോ ഭാഗവും യോഗ്യത നേടിയത് ഏതിനെല്ലാം, അർഹത ഏതിനെല്ലാം എന്ന് നോക്കാം. JRF അവാർഡ് അസിസ്റ്റന്റ് പ്രൊഫസർ നിയമനം. JRFന് അർഹതയുണ്ട്, അസിസ്റ്റന്റ് പ്രൊഫസറിനും അർഹതയുണ്ട്, PhDക്കും ഉണ്ട്. രണ്ടാമത് അസിസ്റ്റന്റ് പ്രൊഫസർ നിയമനം, PhD പ്രവേശനം. JRFന് ഇല്ല, അസിസ്റ്റന്റ് പ്രൊഫസർക്ക് ഉണ്ട്, PhDക്ക് അർഹതയുണ്ട്. മൂന്നാമത് PhD പ്രവേശനം. JRFന് അർഹതയില്ല, അസിസ്റ്റന്റ് പ്രൊഫസർക്ക് അർഹതയില്ല, PhDക്ക് അർഹതയുണ്ട്. ഈ കാര്യങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. ഇത് എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.